സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ഈശോ ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് പറയാം. വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പ്രിയമുള്ളവരെ, ഏവർക്കും ഈ ക്രിസ്മസിൻ്റെ നല്ല മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തിന്റെ ഒരു സദ്വാർത്തയാണ്. ആ സന്തോഷത്തിന്റെ സദ്വാർത്ത സ്വീകരിക്കാൻ, കൊടുക്കാൻ എല്ലാവരെയും ഈശോ ക്ഷണിക്കുന്നു. അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. ഇടത്താവളങ്ങളും ഇളം കാറ്റുകളും പലപ്പോഴും ചിലർക്കെങ്കിലും ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത ലഭിക്കുന്നതിന് തടസ്സമാകാറുണ്ട്. എന്നാൽ ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത കേട്ട വഴിയെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്താൽ ആ സന്തോഷം കൂടുതൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുവാനുള്ള വലിയ ഒരു അടയാളം അത് നക്ഷത്രമാണ്. ഈശോ ജനിച്ച സന്തോഷത്തിന്റെ സദ്വാർത്ത അറിഞ്ഞ് ആ അറിയിപ്പിന്റെ അടയാളം എന്നോണം നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ നക്ഷത്രം കാട്ടിയ വഴിയെ യാത്ര ചെയ്ത കിഴക്കിന്റെ രാജാക്കന്മാർ ആ നക്ഷത്രത്തിന്റെ വഴിയെ യാത്ര ചെയ്ത് പുൽക്കൂട്ടിലെത്തി പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ കണ്ടു. എന്നാൽ നക്ഷത്രം കാട്ടിയ വഴിയെ യാത്ര ചെയ്യാതിരുന്ന ഹെറോദസിന്റെ രാജകൊട്ടാരം പിന്നീട് അസ്വസ്ഥതകളിലേക്ക്, വലിയ നാശത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്നതിന്റെ ചരിത്രം നമ്മൾ കാണും. ഈ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണീശോ എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് നൽകുന്ന മനോഹരമായ സന്ദേശം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു നക്ഷത്രമായി മാറണമെന്നുള്ളതാണ്. ജീവിതത്തിൽ ഞാനൊരു നക്ഷത്രമായി മാറണം. ഞാനാകുന്ന നക്ഷത്രം കണ്ട് എന്റെ പുറകെയുള്ളവർ യേശു വസിക്കുന്ന ആലയത്തിലേക്ക്, കാര്യത്തൊഴുത്തിലേക്ക് നടന്നെടുക്കുന്നു. ഒരു മാതൃക കൊടുക്കുന്നവരായി നമ്മൾ മാറണം. എന്റെ ജീവിതം മറ്റുള്ളവന്റെ മുമ്പിൽ തുറന്നു വയ്ക്കേണ്ടത് എന്നെയല്ല, മറിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഉണ്ണീശോയായിരുന്നു. അല്ലെങ്കിൽ മക്കൾ, മറ്റുള്ളവർ, നമ്മെ സ്നേഹിക്കുന്നവർ വഴിതെറ്റി പോയതിനു ശേഷം അയ്യോ അവർ പോയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചതുകൊണ്ട് കാരണമാവില്ല. ഈശോ മുന്നറിയിപ്പ് നൽകുകയും നീ ഒരു നക്ഷത്രമാണ്. ഓരോ ക്രിസ്മസും നമ്മൾ ആഘോഷിക്കുമ്പോൾ വർഷങ്ങൾക്കപ്പുറം നടന്നുപോയ ഒരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മ എന്നതിനേക്കാൾ ഉപരിയായി ഉണ്ണീശോ മുമ്പിലേക്ക് നൽകുന്ന സന്ദേശം തന്നെയാണ്. നീ ഒരു നക്ഷത്രമാകണം. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ അനേകരെ യേശുവിലേക്ക് എത്തിക്കുന്ന നക്ഷത്രമാകണം. യേശു നിന്നെ കാത്തിരിക്കുന്നു. നിന്നെ മാത്രമല്ല, മറ്റുള്ളവരെയും നീ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും അവൻ കാത്തിരിക്കുന്നു. അവന്റെ കാത്തിരിപ്പിന് ഒരു സന്തോഷം അവന് കൊടുക്കാൻ പറ്റണമെങ്കിൽ അവനിലേക്ക് അനേകരെ കൊണ്ടുവരുന്നവരായിട്ട് നമ്മൾ മാറണം. ഇവിടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, യേശു തമ്പുരാൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് പറഞ്ഞയച്ചതിനു ശേഷം അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ആനന്ദിക്കുന്നതായി തിരുവചനം പറയുന്നത്. അവൻ ആത്മാവിൽ ആനന്ദിച്ചു. ഓർക്കുക, ഞാനും നിങ്ങളും ഒരു നക്ഷത്രമായി മാറി അനേകർ ഈ പുൽത്തൊഴുത്തിലേക്ക്, യേശുവിന്റെ ശബ്ദത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നു, യേശു ആനന്ദിക്കുന്നു, യേശുവിന് സന്തോഷം കൊടുക്കുന്നു. അതെ, ഈ ക്രിസ്മസിന്റെ ദിനം എന്ന് പറഞ്ഞാൽ ഉണ്ണീശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു നക്ഷത്രമായി നീ തീരണം, ഒരു നക്ഷത്രമായി നീ മാറണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉണ്ണീശോ നമുക്ക് നൽകുന്ന വേറൊരു സന്ദേശം കൂടി, ഉണർന്നെഴുന്നേൽക്കണം. നീ ഉണരണം. ആട്ടിടയന്മാരെടുക്കൽ പോയി സ്വർഗം കൊടുത്ത സന്തോഷ വാർത്ത, നിങ്ങൾ എഴുന്നേൽക്ക്,
ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നതാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ആട്ടിടയന്മാർ ക്ഷീണിതരായിരുന്നു. പകല് മുഴുവൻ അധ്വാനിച്ച് ആടുകളെ ആലയത്തിലാക്കിയതിനു ശേഷം അവരെ കാത്ത് ക്ഷീണിതനായി ജനം ഈ പറയുന്ന ആട്ടിടയന്മാർ കാത്തു കിടക്കുകയാണ്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്ഷീണമുണ്ട്. അവരുടെ അടുക്കലേക്കാണ് ഈ സന്ദേശവുമായി ദൂതന്മാർ കടന്നു വന്നത്. അവരോട് പറഞ്ഞു, എഴുന്നേൽക്ക്, നിങ്ങൾ തളർന്നിരിക്കേണ്ടവരല്ല, നിങ്ങൾ ഉണർന്നിരിക്കേണ്ടവരാണ്. നിങ്ങൾ എഴുന്നേറ്റു, ഇതാ നിങ്ങൾക്ക് ഉണർവ് നൽകുന്ന, ഉയർച്ച നൽകുന്നവൻ ഇതാ പുലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസിന്റെ ഒരു സന്ദേശം ഇത് തന്നെയാണ്. ഉണർന്നെഴുന്നേൽക്കണം. നമ്മളിനി തളർന്നവരെ പോലെ ജീവിക്കാനുള്ളവരല്ല, മരിച്ചവരെ പോലെ ജീവിക്കാനുള്ളവരല്ല, മറിച്ച് ജീവനുള്ളവരെ പോലെ, ഉയർച്ചയുള്ളവരെ പോലെ ജീവിക്കാനുള്ളവരാണ്. ആട്ടിടയന്മാർ എന്ത് ചെയ്തു? സന്തോഷവാർത്ത അവര് ശ്രവിച്ചു, സന്തോഷത്തോടെ എഴുന്നേറ്റു. ദൂതന്മാർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കാണുവാൻ വേണ്ടി അവർ ചെന്നു. ഇതാ രാജകൊട്ടാരത്തിൽ ലഭിക്കാതെ പോയ സന്തോഷം, ആനന്ദം ഈ കാലിത്തൊഴുത്തിൽ ഇടയന്മാർക്ക് ലഭിച്ചു. എന്തുകൊണ്ടാണ്? സന്ദേശം കിട്ടി. അത് ഉയർച്ചയുടെ നിമിഷങ്ങളാക്കി അവർ മാറ്റി, ജീവൻ തുടിക്കുന്ന അവസരങ്ങളാക്കി മാറ്റി. അതിലൂടെ അവർ ആനന്ദിച്ചു, ആനന്ദപ്പെട്ടു. അതേ പ്രിയമുള്ളവരെ, ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം ഇനിയും നിരാശപ്പെട്ട് പാപത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെയെങ്കിലും അടിമപ്പെട്ട് നിരാശയോടെ കഴിയാനുള്ള വിളിയല്ല, മറിച്ച് ഉയർത്തെഴുന്നേൽക്കുക. നിങ്ങൾക്കിതാ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. നിങ്ങളെ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് വിടുതൽ നൽകാനുള്ളവൻ, രക്ഷകൻ, കർത്താവായ ഈശോ പിറന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ നല്ല ദിനത്തിൽ ഈ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ ഒരു ഉന്മേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നല്ല നക്ഷത്രങ്ങളായിട്ട് മാറാം. അതിനുള്ള അനുഗ്രഹത്തിനായി ഉണ്ണീശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഉണ്ണീശോയുടെ പിറവിത്തിരുന്നാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.